ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ നട്ട ഫ്രൂട്ട്സ് തൈകളിൽ കുറച്ച് കായ്ച്ചു. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ അടുത്താണ്. ഉണ്ടോ, ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. അപ്പോൾ എന്നോടൊപ്പം ഞങ്ങളുടെ ബൂബു കൂടിയുണ്ട്. ആളൊരു കുറുമ്പിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മിറാക്കിളിൻ്റെ മുട്ടാണ് കേട്ടോ, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, വളരെ ചെറിയ പൂക്കളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കായാണ് കേട്ടോ, പച്ചക്കായാണ് കേട്ടോ സൈഡിൽ നിൽക്കുന്നത്. ഒന്ന് കാണിച്ച് കണ്ടോ. അപ്പോൾ ഇതിൽ 1-2 പഴുത്ത് നിൽപ്പുണ്ടേ, അതുകൂടി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പഴുത്ത് നിൽക്കുന്ന മിറാക്കിൾ. ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് കഴിച്ചിട്ട് പുളിപ്പുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ വേണം കേട്ടോ കഴിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ വല്ല മോരുകറിയോ രസമോ മീൻ പുളിയോ അങ്ങനെയൊന്നും കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര മധുരമായിരിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ മിറാക്കിൾ. ഇനി ഞാൻ അടുത്ത ചെടി കാണിച്ചു തരാമേ. അടുത്ത നമ്മുടെ ബെയർ ആപ്പിളാണ്. ബെയർ ആപ്പിളിൻ്റെ പൂവ് ഇങ്ങനെയാണ് കേട്ടോ. പൂവ് സ്റ്റാർ പോലെയൊക്കെ ഇരിക്കും. ഇളം പച്ച കളറിലെ പൂക്കളാണ്. അപ്പോൾ ഈ കവറിട്ട് നിർത്തിയിരിക്കുന്ന എല്ലാം ബെയർ ആപ്പിളാണ് കേട്ടോ. കാര്യം ഇവിടെ കുരങ്ങൻ്റെ ശല്യമുണ്ട്, വവ്വാലിൻ്റെ ശല്യമുണ്ട്, ഈച്ചയുടെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കവറിട്ട് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞതിന് കായ്ച്ചിട്ട് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല. കാര്യം ഈച്ച കുത്തിയിട്ട് ഇതകത്ത് പുഴുവായിപ്പോൾ. അപ്പോൾ ഞാൻ നല്ല കായ്കൾ കാണിച്ചു തരാമേ. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബെയർ ആപ്പിൾ. അപ്പോൾ ഞാനിനി അടുത്ത ഫ്രൂട്ട്സ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പനിനീർ ജാമ്പ, അല്ലെങ്കിൽ ആപ്പിൾ ജാമ്പ എന്ന് പറയും. ഇതും അതേ അവസ്ഥയാണ്. മുകളിൽ കായ്ച്ചു നിൽപ്പുണ്ട്. പക്ഷേ ഇത് വിളഞ്ഞ് കിട്ടാനും പാടാണ്. അതുപോലെ വവ്വാലിൻ്റെ ശല്യവും കിളിയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടാൻ പാടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കവറിട്ട് നിർത്തിയിട്ടുണ്ട്, കാണിച്ചു തരാമേ ഞാനത്. നമ്മുടെ വീട്ടിലിങ്ങനെയൊക്കെ ഓരോന്ന് കായ്ച്ച് നമുക്ക് പറിച്ചെടുക്കുമ്പം നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇത് കുറച്ചുകൂടി പാകമാവാനുണ്ട്. കവറിട്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കുരങ്ങന്മാർ കൊണ്ടുപോകും കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇനിയും വേറെ സാധനങ്ങളൊക്കെ കാച്ചു നിൽപ്പുണ്ട്, അടുത്ത വീഡിയോയിൽ കാണിക്കാമേ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.